ഹലോ നമസ്കാരം. എല്ലാവർക്കും സാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 8th 5 ഇയർ പ്ലാനാണ് ഡിസ്കസ് ചെയ്യുന്നത്. 8ാം പഞ്ചവത്സര പദ്ധതി അല്ലേ. നമ്മൾ 7 5 ഇയർ പ്ലാൻ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത പോകുന്ന 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലേക്കാണ്. പീരീഡ് എന്ന് ഓർക്കുക, ഫ്രം 1992 to 97 അല്ലേ. 7th 5 ഇയർ പ്ലാൻ പീരീഡ് 85 to 90 ആയിരുന്നു. 90 മുതൽ 92 വരെ നമുക്ക് 5 ഇയർ പ്ലാൻസ് ഒന്നും ഇനിഷ്യേറ്റ് ചെയ്തില്ല. അതിന് കാരണം എന്താണ്? ഇക്കണോമിക് ക്രൈസിസ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ ആനുവൽ പ്ലാൻസ്, വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ 92 ശേഷം നമ്മൾ എന്ത് ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്? 5 ഇയർ പ്ലാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. 92 മുതൽ 97 വരെയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. നമുക്ക് നോക്കിയാലോ. നോക്ക്, ഈ 8ാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നു. ഓർക്കുക, ഒരുപാട് തവണ ചോദിച്ചതാണ്. മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്ന പഞ്ചവത്സര, മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ. അപ്പോൾ 8th 5 ഇയർ പ്ലാൻ ഈസ് കാൾഡ് മൻമോഹൻ മോഡൽ. കാരണം ഇദ്ദേഹമാണ് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നയങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തത്. മനസ്സിലായി? കാരണം ഈ സമയത്ത് ഫിനാൻസ് മിനിസ്റ്ററൊക്കെ ആര്? മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണ്, ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പീരീഡിൽ നമ്മുടെ നയങ്ങളൊക്കെ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ 8th 5 ഇയർ പ്ലാൻ ഈസ് കാൾഡ് മൻമോഹൻ മോഡൽ. ഓർക്കുമല്ലോ, മൻമോഹൻ മോഡൽ. ഇനി നോക്കുക, പ്രൈം മിനിസ്റ്റർ ഡ്യൂറിംഗ് ദ 8th 5 ഇയർ പ്ലാൻ ആരാണ്? PV നരസിംഹറാവു. കാരണം ആനുവൽ പ്ലാൻസിന്റെ സമയത്തെ ഇവരാണ്. PV നരസിംഹറാവു ആണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ PV നരസിംഹറാവു ആണ് ഈ സമയത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ 8th 5 ഇയർ പ്ലാൻ പീരീഡിൽ ആരാണ്ടേ? PV നരസിംഹറാവു. ചോദിച്ചിട്ടുണ്ട് ആരാണ് പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിക്കും. ഓരോ 5 ഇയർ പ്ലാനിലും പ്രൈം മിനിസ്റ്റർ ആരാണ്, ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവരുടെ പേര് പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ആരാണ്? PV നരസിംഹറാവു. ഇദ്ദേഹം എന്ന് മുതൽ എന്ന് വരെയാണ്? നോക്ക്, ജൂൺ 21 1991 മുതൽ മെയ് 16 1996 വരെ, 91 96 വരെ. അപ്പോൾ ഓർക്കുക, നമ്മുടെ പീരീഡ് 92 മുതൽ 97 വരെയാണ്. അപ്പോൾ അതാ 96 ആരുടെ ടേം അവസാനിക്കുന്നു? നരസിംഹറാവുവിൻ്റെ ടേം അവസാനിക്കുകയാണ്. അപ്പോൾ 91 മുതൽ 96 വരെയാണ് നരസിംഹറാവു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 8th 5 ഇയർ പ്ലാൻ പീരീഡിലും മറ്റ് ഒരു പ്രൈം മിനിസ്റ്റർ, 1 or 2 പ്രൈം മിനിസ്റ്റർ വന്നേക്കാം. നോക്കാം നമുക്ക്. ഇനി മറ്റൊരു പ്രൈം മിനിസ്റ്റർ കൂടിയുണ്ട് ആ കാലഘട്ടത്തിൽ, ശ്രീ അടൽ ബിഹാരി വാജ്പേയി അല്ലേ. BJP പിന്നെ പ്രധാനമന്ത്രിയാണ്. മെയ് 16 1996 to ജൂൺ 1 1996. അതാ നോക്ക്, വളരെ തുച്ഛമായ ദിവസം മാത്രമാണ് ഇരുന്നത്. മെയ് 16 മുതൽ ജൂൺ 1 വരെയാണ് അല്ലേ. മെയ് 16 മുതൽ ജൂൺ 1 വരെ വളരെ തുച്ഛമായ ദിവസമാണ്. ഏകദേശം ഒരു 13 or 14 ദിവസം അല്ലെ, 13 ദിവസത്തോളം മാത്രമാണ് അടൽ ബിഹാരി വാജ്പേയി എന്തായിട്ട്? പ്രധാനമന്ത്രിയായിട്ടിരുന്നത്. വളരെ തുച്ഛമായ ദിവസമാണ്. അതൊക്കെ നിങ്ങൾ അതിൻ്റെ കാരണമൊക്കെ നിങ്ങൾ പൊളിറ്റിക്സിൽ പഠിക്കും. അപ്പോൾ അടൽ ബിഹാരി വാജ്പേയി മെയ് 16 1996 മുതൽ ജൂൺ 1 1996 വരെയാണ് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി. അപ്പോൾ 8th 5 ഇയർ പ്ലാൻ പീരീഡിൽ മറ്റൊരു പ്രൈം മിനിസ്റ്റർ കൂടി ഉണ്ടായിരുന്നു. അതാരാണ്? അടൽ ബിഹാരി വാജ്പേയി. അപ്പോൾ നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി. ഇതാ ഒരു വ്യക്തി കൂടിയുണ്ട്, HD ദേവഗൗഡ. HD ദേവഗൗഡയാണ്. ജൂൺ 1 1996 മുതൽ ഏപ്രിൽ 21 1997 വരെയാണ്. 96 മുതൽ 97, ജൂൺ 1 മുതൽ 96 ജൂൺ 1 മുതൽ 97 ഏപ്രിൽ 21 വരെയാണ് ആരുടെ കാലഘട്ടം? HD ദേവഗൗഡയുടെ കാലഘട്ടം. അപ്പോൾ ഈ 3 പ്രൈം മിനിസ്റ്റേഴ്സ് ഏത് കാലഘട്ടത്തിൽ വരുന്നുണ്ട്? ഈ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ. ഏറ്റവും കൂടുതൽ ആര് തന്നെയാണ്? നരസിംഹറാവു തന്നെയാണ്. നമ്മൾ 7th 5 ഇയർ പ്ലാൻ പീരീഡിൽ 2 പ്രൈം മിനിസ്റ്റർ ആരൊക്കെയാണ്? ഓർമ്മയുണ്ടോ? രാജീവ് ഗാന്ധി, കൂടുതൽ കാലം രാജീവ് ഗാന്ധി. അവസാന നാളുകളിൽ ആരാണ് അല്ലേ? VP സിംഗ് ആയിരുന്നു, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നോക്ക്, 3 പ്രൈം മിനിസ്റ്റേഴ്സ്, PV നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി, HD ദേവഗൗഡ. അപ്പോൾ ഇങ്ങനെ 3 പ്രൈം മിനിസ്റ്റേഴ്സ് ആണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റേഴ്സ്. അപ്പോൾ 8ാം പഞ്ചവത്സര പദ്ധതി എന്ത് മാതൃക എന്നറിയപ്പെടുന്നു? മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നു. ഓർക്കുമല്ലോ. ഇനി ഈ പദ്ധതിയുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ 7th 5 ഇയർ പ്ലാൻ പീരീഡിൽ കുറച്ചധികം ഒബ്ജക്റ്റീവ്സ് പഠിച്ചല്ലേ. ഇവിടെ ഒരുപാടൊന്നുമില്ല. ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവിക വികസനം, ഹ്യൂമൻ ഡെവലപ്മെന്റ്, മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് തുടങ്ങിയവയാണ്. ഇപ്പോൾ ഇത് അല്ലാതെ വേറെയൊക്കെ ഉണ്ട്, അത് വലിയ പ്രാധാന്യമില്ലാത്ത നേരത്തെയുള്ള 5 ഇയർ പ്ലാൻസിലുള്ളതൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്. മനസ്സിലായി? പ്രധാനമായിട്ടും ഏതൊക്കെയാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവിക വികസനവും, മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണവുമായിരുന്നു
എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയാസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്. മറക്കരുത്, കൃത്യമായിട്ട് പഠിക്കണം. ഇനി നോക്ക്, ഇക്കണോമിക് റിഫോംസ് ആക്സലറേറ്റ് ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ കോമൺ മാൻ. അപ്പോൾ ഇതിൻ്റെ നോക്ക്, ഈ കാലഘട്ടത്തിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്താണ്? ഇക്കണോമിക് റിഫോം, സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക്, ആക്സലറേറ്റ് ഗ്രോത്ത്, വളർച്ച ത്വരിതപ്പെടുത്തുക, ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ കോമൺ മാൻ, സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്തുക. ഇവയും എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇതിന് ഫോക്കസ് കൊടുത്ത ഏരിയാസ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഹ്യൂമൻ ഡെവലപ്മെന്റും മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസുമാണ്, തർക്കമില്ല. ഇതുകൂടാതെ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്ത മറ്റ് ഏരിയാസ്? ഇക്കണോമിക് റിഫോം, സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു ന്യൂ ഇക്കണോമിക് പോളിസിയിലൂടെ. ആനുവൽ പ്ലാൻസിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, ആനുവൽ പ്ലാൻസ് 91. അപ്പോൾ അതിനുശേഷം എന്താണ്? ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൂടുതൽ വിപുലപ്പെടുന്നതൊക്കെ എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ്. മനസ്സിലായില്ലേ? സാമ്പത്തിക പരിഷ്കാരങ്ങൾ വിപുലമാക്കുന്നത് എട്ടാം അപ്പോൾ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ആക്സലറേറ്റ് ഗ്രോത്ത്, നമ്മുടെ വളർച്ച എന്ത് ചെയ്യുക? ത്വരിതപ്പെടുത്തുക, ആക്സലറേറ്റ് ചെയ്യുക. ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ കോമൺ മാൻ, സാധാരണക്കാരിലെ ജീവിത ഗുണനിലവാരം ഉയർത്തുക. ഇതൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണെന്ന് നമുക്ക് പറയാം. ഇനി ഈ പദ്ധതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ ഷിഫ്റ്റഡ് ഫ്രം നെഹ്റൂവിയൻ സോഷ്യലിസം ടു ഗ്ലോബലൈസേഷൻ. നെഹ്റൂവിയൻ സോഷ്യലിസത്തിൽ നിന്നും ഗ്ലോബലൈസേഷനിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായ 5 ഇയർ പ്ലാൻ ആണ് എന്ന് പറയുന്നത് ഈ എട്ടാം പഞ്ചവത്സര പദ്ധതി. കാരണം എന്താണ്? ഏഴാം പഞ്ചവത്സര പദ്ധതി 1990 വരെ നമ്മൾ ഫോളോ ചെയ്ത ആരുടെ ഐഡിയോളജിയാണ്? നെഹ്റൂവിയൻ സോഷ്യലിസമാണ്. നെഹ്റുവിൻ്റെ ഐഡിയോളജീസാണ് പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എല്ലാം ഫോളോ ചെയ്തത്. അപ്പോൾ ആ നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് ഐഡിയോളജിയിൽ നിന്നും, സോഷ്യലിസത്തിൻ്റെ ഇമ്പോർട്ടൻസിൽ നിന്നും നമ്മൾ പതുക്കെ എട്ടാം പഞ്ചവത്സര പദ്ധതിയായപ്പോൾ നമ്മൾ ഗ്ലോബലൈസേഷനിലേക്ക്, ലിബറലൈസേഷനിലേക്ക്, പ്രൈവറ്റൈസേഷനിലേക്ക് ഒരു പോളിസി ചേഞ്ച്, ഒരു പോളിസി ഷിഫ്റ്റ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആ ഷിഫ്റ്റ് ഉണ്ടായ ഒരു 5 ഇയർ പ്ലാൻ ഏതാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏത് 5 ഇയർ പ്ലാൻ മുതലാണ് ഒരു ഷിഫ്റ്റ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഏത് മുതലാണ്? ഫ്രം ദ 8th 5 ഇയർ പ്ലാൻ ഓൺവേർഡ്സ് അല്ലേ, എട്ടാം പഞ്ചവത്സര പദ്ധതി മുതലാണ്. അപ്പോൾ എട്ടാം പഞ്ചവത്സര പദ്ധതി മുതൽ ഇന്ത്യ ഷിഫ്റ്റഡ് ഫ്രം നെഹ്റൂവിയൻ സോഷ്യലിസം ടു ഗ്ലോബലൈസേഷൻ, അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസിയിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിലേക്ക്, യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ നോർത്ത് അമേരിക്കൻ കൺട്രീസിലൊക്കെ നമ്മൾ കാണുന്ന ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നെഹ്റൂവിയൻ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ നയത്തിലേക്ക് മാറുകയാണ്. ക്ലിയർ ആണല്ലോ? അതിന് സാക്ഷ്യം വഹിച്ചത് എട്ടാം പദ്ധതിയാണ്. ഇനി കീ റിഫോംസ് ഡ്യൂറിംഗ് ദിസ് 5 ഇയർ പ്ലാൻ. അപ്പോൾ ഈ 5 ഇയർ പ്ലാന്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയ ഇക്കണോമിക് റിഫോംസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സാമ്പത്തിക പരിഷ്കാരങ്ങൾ. അപ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ലിബറലൈസേഷൻ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണത്. ന്യൂ ഇക്കണോമിക് പോളിസിയിലെ പ്രധാനപ്പെട്ട റിഫോംസ് ആയിട്ട് നമ്മൾ എവിടെ പറഞ്ഞു? നമ്മൾ ആനുവൽ പ്ലാൻസിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അത് പ്രാബല്യത്തിൽ വരുന്നത്, കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന എന്നാണ് 8th 5 ഇയർ പ്ലാനാണ്. ആനുവൽ പ്ലാൻസിൽ നമുക്ക് നടപ്പാക്കാൻ പറ്റിയില്ല, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ആനുവൽ പ്ലാൻസ് കഴിഞ്ഞു, 92 അത് കഴിഞ്ഞു. അതിനുശേഷമാണ് 5 ഇയർ പ്ലാൻ, എട്ടാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. ആ എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇക്കണോമിക് റിഫോംസ് വ്യാപകമായിട്ട് അല്ലെങ്കിൽ വിപുലമായിട്ട് നടപ്പിലാക്കപ്പെടുന്നത്. അപ്പോൾ ആ കീ റിഫോംസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നുകൂടി എടുത്തു പറയണം. കീ റിഫോംസ് ഒന്ന്, ലിബറലൈസേഷൻ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അവിടെ കുറച്ച് ചെറിയ കാര്യം പറഞ്ഞു. ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് വാസ് അബോളിഷ്ഡ് ഫോർ മോസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീസ് അല്ലേ. ലിബറലൈസേഷനിലൂടെ നമ്മൾ ചെയ്ത ഒരു കാര്യം എന്താണ്? ഓർത്തിരിക്കണം. നമ്മൾ അവിടെ പറഞ്ഞു എന്താണ്? റിലാക്സേഷൻ ഓഫ് ലോസ് അല്ലെ, റൂൾസ് അല്ലെ, റെസ്ട്രിക്ഷൻസ് നമ്മൾ പറഞ്ഞു. ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിലാക്സേഷൻ, എന്തിൽ ഇളവ് വരുത്തുക? നിയമങ്ങളിൽ, റൂൾസിൽ, അതുപോലെ റെസ്ട്രിക്ഷനിൽ ഇളവ് വരുത്തുക. അപ്പോൾ ഇവിടെ ലിബറലൈസേഷനിൽ കൃത്യമായി പറയും നമ്മൾ എന്താണ് ലിബറലൈസേഷനിലൂടെ ചെയ്ത ഇന്ത്യ ഗവൺമെന്റ് ചെയ്തത് എന്താണ്? ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് വാസ് അബോളിഷ്ഡ് ഫോർ മോസ്റ്റ് ഇൻഡസ്ട്രീസ്. നമ്മുടെ ഏറെക്കുറെ ഒട്ടുമിക്ക വ്യവസായങ്ങൾക്കും ആ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ 1990 വരെ ലൈസൻസിങ് നിർബന്ധമായിരുന്നു. അതായത് ഒരു വ്യവസായം സ്റ്റാർട്ട് ചെയ്യുന്ന ലൈസൻസ് വേണം, എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം, ഈവൻ ക്ലോസ് ചെയ്യണമെങ്കിൽ പോലും ലൈസൻസ് വേണം. ആ ഒരു ലൈസൻസിങ് സിസ്റ്റം അബോളിഷ് ചെയ്തു. ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് സിസ്റ്റം വാസ് അബോളിഷ്ഡ്. വ്യവസായങ്ങൾക്ക് വേണ്ട ലൈസൻസിങ് സമ്പ്രദായത്തിൽ ഇളവ് വരുത്തി, അയവ് വരുത്തി, അല്ലെങ്കിൽ അനാവശ്യ നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. ഇനി ആ ഇമ്പോർട്ട് ടാരിഫ് റെഡ്യൂസ്ഡ്. ഇമ്പോർട്ട് ടാരിഫ്, ഇറക്കുമതി ചുങ്കം കുറച്ചു. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിലുള്ള ടാരിഫ് ഉണ്ടല്ലോ, അത് കുറച്ചു.
കാരണം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അങ്ങനെയുള്ള നയങ്ങളാണ് നമ്മുടെ ഈ സ്വന്തം റിസോഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്? ഇമ്പോർട്ട് ടാരിഫ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഹൈ ആക്കി വെച്ചിരുന്നു. അത് റെഡ്യൂസ് ചെയ്ത് കൊടുത്തു. ആർക്ക് വേണ്ടി? ഇമ്പോർട്ടേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി. ഇമ്പോർട്ട് ടാരിഫ് റെഡ്യൂസ്ഡ്. ഇനി ഇങ്ങനെ എന്താ ഇമ്പോർട്ട് ലൈസൻസിങ് അബോളിഷ് ചെയ്ത് ഇമ്പോർട്ട് ടാരിഫ് കുറച്ചതിന്റെ ഫലമായിട്ട് ദിസ് എൻഡഡ്, ഇത് അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ ലിബറലൈസേഷൻ അവസാനിപ്പിച്ചു. എന്താണ്? ലൈസൻസ് രാജ് അല്ലെങ്കിൽ ലൈസൻസ് പെർമിറ്റ് രാജ് എന്നൊക്കെ പറയും. ലൈസൻസ് പെർമിറ്റ് രാജ് അവസാനിപ്പിച്ചു. ആൻഡ് സിഗ്നിഫിക്കൻലി ലോവേർഡ് ദ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇക്കണോമിക് ആക്ടിവിറ്റി. ഇനി എന്ത് ചെയ്തു? സിഗ്നിഫിക്കൻലി ഗണ്യമായിട്ട് എന്ത് ചെയ്തു? ലോവേർഡ്, കുറച്ചു. എന്ത്? ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കുറച്ചു. അപ്പോൾ ഇതിന്റെ ഫലം എന്താണ്? ഇതിന്റെ ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ലിബറലൈസേഷന്റെ ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ പറയുക. എന്താണ് അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ലിബറലൈസേഷന്റെ പ്രധാനപ്പെട്ട ഇഫക്റ്റ് എന്താണ്? അപ്പോൾ ദിസ് എൻഡഡ്, അല്ലേ, ദിസ് എൻഡഡ് ലൈസൻസ് രാജ്. ലിബറലൈസേഷനിലൂടെ എന്ത് ഇല്ലാതായി? ലൈസൻസ് പെർമിറ്റ് രാജ് അല്ലെങ്കിൽ ലൈസൻസ് രാജ് ഇല്ലാതായി. ആൻഡ് പിന്നെ അതുപോലെ എന്താണ്? ലോവേർഡ് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് എന്ത്? ലോവേർഡ്, കുറച്ചു. ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് കുറച്ചു. ലൈസൻസ് പെർമിറ്റ് രാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലൈസൻസിങ് സിസ്റ്റത്തിലൂടെ ഇവിടെ അഴിമതിക്കാരായിട്ടുള്ള, കറപ്റ്റഡ് ആയിട്ടുള്ള, ഇനഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ബ്യൂറോക്രാറ്റ്സ് ഉണ്ടായി, ഒരു കൂട്ടം ബ്യൂറോക്രസി ഉണ്ടായി, ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടായി. കാരണം എന്താണ്? ലൈസൻസ് അലൗ ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. അവരത് അഴിമതി കാട്ടാനുള്ള ഒരു അവസരമാക്കി അവർ മാറ്റി. അങ്ങനെ അർഹതയുള്ളവർക്ക് ലൈസൻസ് കൊടുക്കാതിരിക്കുകയും കൈക്കൂലി വാങ്ങിക്കൊണ്ട് അർഹതയില്ലാത്തവർക്ക് ലൈസൻസ് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനെയാണ് ലൈസൻസ് രാജ് അല്ലെങ്കിൽ ലൈസൻസ് പെർമിറ്റ് രാജ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ലൈസൻസ് പെർമിറ്റ് രാജിനൊരു അറുതി വന്നത്, അവസാനം കുറിച്ചത് ഏതിലൂടെയാണ്? ലിബറലൈസേഷനിലൂടെയാണ്. കാരണം ലൈസൻസിങ് സിസ്റ്റം എടുത്തു കളഞ്ഞു. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് അഴിമതി കാട്ടാനുള്ള അവസരം ഇല്ലാതായി. അതുപോലെ പിന്നെ എന്താണ്? ലോവേർഡ് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയും ചെയ്തു. ഇതാണ് ലിബറലൈസേഷന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഇതൊക്കെ വരും. ഇത് പഠിച്ചു വെച്ചിരിക്കണം. ആ പോയിന്റ്സ് നന്നായിട്ട് മനസ്സിലാക്കുക. എന്താണ് ലിബറലൈസേഷൻ? നമ്മൾ നേരത്തെ ലിബറലൈസേഷൻ പറഞ്ഞ ആ ലിബറലൈസേഷൻ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഇന്ത്യയിൽ അത് ഇഫക്റ്റീവ് ആക്കിയത് എങ്ങനെയെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രൈവറ്റൈസേഷൻ നോക്കാം. ഇക്കണോമിക് റിഫോംസിൽ ഒന്ന് ലിബറലൈസേഷൻ, രണ്ടെന്താണ്ട് പ്രൈവറ്റൈസേഷൻ ആണ്. രണ്ടാമത്തെ ഏതാണ്? പ്രൈവറ്റൈസേഷൻ ആണ്. നോക്ക്, സ്വകാര്യവൽക്കരണം, അല്ലേ? സ്വകാര്യവൽക്കരണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? The government began reducing its stake in public sector undertakings. നമുക്കറിയാം, ഈ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് വരെ 1990 വരെ ഇന്ത്യയിലെ ഒട്ടുമിക്ക വ്യവസായങ്ങളും ആരുടെ കൺട്രോളിലായിരുന്നു? വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി പബ്ലിക് സെക്ടർ, അല്ലെങ്കിൽ വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് കൺട്രോളിലായിരുന്നു, അല്ലേ? ഗവൺമെന്റ് മൊണോപ്പൊളി ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? പ്രൈവറ്റൈസേഷനിലുള്ള ഗവൺമെന്റ് ബിഗാൻ റെഡ്യൂസിങ് ഇറ്റ്സ് സ്റ്റേക്ക് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ഗവൺമെന്റിന്റെ സ്റ്റേക്ക് മീൻസ് ഗവൺമെന്റിന്റെ ഓഹരികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അത് കുറയ്ക്കാൻ തുടങ്ങി. ഗവൺമെന്റിന്റെ പങ്കാളിത്തം കുറയ്ക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഓഹരികൾ വിൽക്കാൻ തുടങ്ങി. ആർക്ക് വിറ്റു? പ്രൈവറ്റ് സെക്ടറിന് വിൽക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഉടമസ്ഥാവകാശം, പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശം കുറച്ചു കൊണ്ടുവന്നു. അവിടേക്ക് ആരെയാണ് അവർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത്? സ്വകാര്യ സംരംഭകരെ അവർ സ്വീകരിച്ചു. അതുവരെ സ്വകാര്യ സംരംഭകരെ നമ്മൾ അകറ്റിയിരുന്നു. പക്ഷേ ഇതാ ഇക്കണോമിക് റിഫോംസിന്റെ ഫലമായിട്ട്, പ്രൈവറ്റൈസേഷന്റെ ഫലമായിട്ട് നമ്മൾ ആര് വിളിക്കുകയാണ് ഇങ്ങോട്ട്? പ്രൈവറ്റ് സെക്ടറിന് വിളിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ആരുടെ സ്ഥാനം ഇല്ലാതാവുകയാണ്, ആരുടെ സ്ഥാനം കുറയ്ക്കുകയാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അതുപോലെ ഗവൺമെന്റിന്റെ പങ്കാളിത്തം കുറയ്ക്കുകയാണ് ചെയ്തത്. ഇനി നോക്ക്, with some strategic sales and reduced barriers for private entry into state dominated industries. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്തു ഗവൺമെന്റ്? വിത്ത് സം സ്ട്രാറ്റജിക് സെയിൽസ്, തന്ത്രപരമായ വിൽപ്പനയിലൂടെ. വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വിറ്റത്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് വിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഷെയർസ് വിൽക്കുകയാണ്. അതുപോലെ റെഡ്യൂസ്ഡ് ബാരിയേഴ്സ്, നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി. ബാരിയേഴ്സ്, അല്ലെ, നിയന്ത്രണങ്ങൾ, തടസ്സങ്ങൾ റെഡ്യൂസ് ചെയ്ത് കുറച്ചു. ആർക്ക്? ഫോർ പ്രൈവറ്റ് എൻട്രി. ആരുടെ കടന്നുവരവിന്? പ്രൈവറ്റ് എൻട്രിയുടെ കടന്നുവരവിന്, സ്വകാര്യ സംരംഭകരുടെ കടന്നുവരവിന്. അപ്പോൾ എന്തിലൂടെയൊക്കെയാണ് സ്വകാര്യ മേഖലയ്ക്ക് അവസരമൊരുക്കിയത്? സ്ട്രാറ്റജിക് സെയിൽസ്, തന്ത്രപരമായ വിൽപ്പനയിലൂടെ. എന്ന് വെച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു, അതിന്റെ ഓഹരികൾ വിൽക്കുന്നതിലൂടെ. അതുപോലെ റെഡ്യൂസ് ബാരിയേഴ്സ്, അല്ലേ, തടസ്സങ്ങൾ, നിയന്ത്രണങ്ങൾ നീക്കുന്നു. ആർക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങളാണ് അതുവരെ? പ്രൈവറ്റ് സെക്ടറിനുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ. പ്രൈവറ്റ് എൻട്രിക്ക്, സ്വകാര്യ മേഖലയുടെ കടന്നുവരവിനുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നതിലൂടെ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിലൂടെ. എന്തിലേക്ക്? ഇൻ ടു സ്റ്റേറ്റ് ഡോമിനേറ്റഡ് ഇൻഡസ്ട്രീസ്. എന്തിലേക്കുള്ള കടന്നുവരവാണ്?
സ്റ്റേറ്റ് ഡോമിനേറ്റഡ് ഇൻഡസ്ട്രീസ്, അല്ലെ, സ്റ്റേറ്റ് ഡോമിനേഷൻ, ഗവൺമെന്റ് ഡോമിനേറ്റ് ചെയ്തിരുന്ന, ഗവൺമെന്റിന് മാത്രം അധികാരമുണ്ടായിരുന്ന ഇൻഡസ്ട്രിയിലേക്ക് എന്ത് ചെയ്തു? പ്രൈവറ്റ് സെക്ടറിന്റെ കടന്നുവരവിന് ഒരു കാലഘട്ടത്തിൽ ബാരിയർ ഉണ്ടായിരുന്നു. ആ ബാരിയർ റെഡ്യൂസ് ചെയ്തു. അതുപോലെ സ്ട്രാറ്റജിക് സെയിൽസ് ഉണ്ടായി. എന്നുവെച്ചാൽ ഓഹരികൾ, ഗവൺമെന്റ് ഓഹരികൾ വിറ്റഴിക്കാൻ തുടങ്ങി. ഇതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്, സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ഇനി നോക്ക്, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ന്യൂ ഇക്കണോമിക് പോളിസിയുടെ 3 റിഫോംസ് ആണിത്. ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൃത്യമായിട്ട് നടപ്പിലാക്കിയത്, തുടക്കം കുറിക്കുന്നത് ആനുവൽ പ്ലാൻസിലാണെങ്കിലും ഇത് നമ്മൾ നടപ്പിലാക്കി തുടങ്ങിയത് ഏത് സമയത്താണ്? കൃത്യമായിട്ടത് ഇഫക്റ്റീവ് ആകുന്നത് 8 to 5 year പ്ലാൻ പീരീഡിൽ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്താ? ഇന്ത്യ ഓപ്പൺഡ് ഇറ്റ്സ് ഇക്കോണമി ടു ഫോറിൻ ട്രേഡ്. ഇന്ത്യ ഓപ്പൺഡ് ഇറ്റ്സ് ഇക്കോണമി ടു ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബൈ കട്ടിംഗ് താരിഫ് ആൻഡ് എൻകറേജിംഗ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഗ്ലോബലൈസേഷനിലൂടെ എന്ത് ചെയ്തു? ഇന്ത്യ ഓപ്പൺ ഇറ്റ്സ് ഇക്കോണമി, ഇന്ത്യ നമ്മുടെ ഇക്കോണമി തുറന്നിട്ട് കൊടുത്തു. ആർക്ക്? ടു ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരത്തിന്, ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്. അപ്പോൾ അതുവരെ നമ്മൾ ആരെ അകറ്റി നിർത്തിയാണ്? ഫോറിൻ ട്രേഡിനെയും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെയും നമ്മൾ അകറ്റി നിർത്തിയിരിക്കുകയാണ്, ശത്രുക്കളെ പോലെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ട് ഇന്ത്യ നമ്മുടെ ഇക്കോണമി തുറന്നിട്ട് കൊടുത്തു. എന്തിന്? ആർക്ക് വേണ്ടി? ഫോറിൻ ട്രേഡിന് സൗകര്യമൊരുക്കിക്കൊണ്ട്, വിദേശ വ്യാപാരത്തിന്, എന്ന് വെച്ചാൽ വിദേശ സംരംഭകരെ ഇങ്ങോട്ട് ആകർഷിച്ചു. അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആരെ ക്ഷണിച്ചു? വിദേശ നിക്ഷേപത്തെ ക്ഷണിച്ചു. എങ്ങനെയാണ് ക്ഷണിച്ചത്? ബൈ കട്ടിംഗ് താരിഫ് കുറച്ചു കൊടുത്തുകൊണ്ട്. അതുവരെ ഹൈ താരിഫാണ്, ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ ഹൈ ആണ്. അപ്പോൾ നിക്ഷേപകർക്ക്, സംരംഭകർക്ക് അവരുടെ ടാക്സ് കുറച്ചു കൊടുത്തു, താരിഫ് കുറച്ചു കൊടുത്തു. ആൻഡ് എൻകറേജിങ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, വിദേശികളുടെ നേരിട്ടുള്ള നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചു. FDI പ്രോത്സാഹിപ്പിച്ചു. FDI മീൻസ് വിദേശികൾ നേരിട്ട് വന്ന് ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കൂലേ, അതാണ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. മറ്റൊരു നിക്ഷേപമാണ് FII എന്ന് പറയും. FII, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. 2 തരം നിക്ഷേപങ്ങളുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനികളുടെ ഷെയർസ് ആര് മേടിക്കുന്നു? വിദേശികൾ മേടിക്കുന്നു, അതാണ് FII. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ നിക്ഷേപം, നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട നിക്ഷേപം ഏതാണ്? FDI ആണ്. വിദേശ കമ്പനികൾ നേരിട്ട് വന്ന് ഇവിടെ എന്ത് ചെയ്യുന്നു? പ്ലാന്റുകൾ ആരംഭിക്കുന്നു, അതാണ് FDI. അങ്ങനെ FDI പ്രോത്സാഹിപ്പിക്കാൻ, അല്ലെങ്കിൽ FDI പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് താരിഫ് റേറ്റ് കുറച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യൻ ഇക്കോണമി തുറന്നിട്ട് കൊടുത്തു. ആർക്ക് വേണ്ടി? ഫോറിൻ ട്രേഡിനും ഇൻവെസ്റ്റ്മെന്റിനും വേണ്ടി. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് മീൻസ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനും വേണ്ടി. This paved the way for India's integration to the global economy. ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? This paved the way for, ഇത് മാർഗം തെളിച്ചു. എന്തിനാണ്? India's integration to global economy, അല്ലേ, ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്ക്, ഗ്ലോബൽ ഇക്കോണമി, ലോക സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇന്ത്യയുടെ ഒരു ഇന്റഗ്രേഷൻ ഉണ്ടായി, കൂടിച്ചേരൽ ഉണ്ടായി. ഇന്റഗ്രേഷൻ മീൻസ് കൂടിച്ചേരൽ. ഇന്ത്യക്ക് ഒരു കൂടിച്ചേരൽ, ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒരു കൂടിച്ചേരൽ ഏതിന്റെ ഫലമായിട്ടുണ്ടായി? ഗ്ലോബലൈസേഷനിലൂടെ ഉണ്ടായി. അപ്പോൾ ഇതാണ് പ്രൈവറ്റൈസേഷനിലൂടെയും ഗ്ലോബലൈസേഷനിലൂടെയും അതുപോലെ ലിബറലൈസേഷനിലൂടെ ഇന്ത്യയിൽ ഉണ്ടായ മാറ്റം, അല്ലെങ്കിൽ ഇക്കണോമിക് റിഫോംസിലൂടായ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, നെഹ്റൂവിയൻ തോട്ട്സിൽ നിന്നും ഒരു വ്യതിചലനമായിരുന്നു ഈ പ്രൈവറ്റ് LPG എന്ന് പറയുന്നത്, അല്ലേ. LPG മീൻസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നു. ഇനി നമ്മളിതാ 92, ആദ്യത്തെ വർഷമാണ് 92. എന്താണ് 92ന്റെ പ്രത്യേകത? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 7th 5 year പ്ലാനിൽ പഠിച്ചിട്ടുണ്ട്. സെബിക്ക് എന്താണ് 92ന്റെ പ്രത്യേകത? പറഞ്ഞേ. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992. സെബി ആക്ട് 92ലാണ്. അപ്പൊ സെബി യഥാർത്ഥത്തിൽ വരുന്നത് എന്താണ്? 1988 ഏപ്രിൽ 12 നമ്മൾ പഠിച്ചു. 92 സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചു. സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കണമെങ്കിൽ ഇതിനെന്തൊരു നിയമം വേണം, അല്ലേ? ഒരു നിയമം പാസ്സാക്കണം. അത് 88 വന്നപ്പോൾ നിയമാധിഷ്ഠിതമായിട്ടൊന്നും അല്ല വന്നത്. എന്നാൽ 92 സെബി ആക്ട് പാസ്സാക്കുന്നു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന 92ലാണ്. ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 8th 5 year പ്ലാൻ. സെബി ആക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മൾ പറഞ്ഞതാണ്. സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആൾറെഡി ഡിസ്കസ് ചെയ്തു. മുംബൈ, മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. ഇയർ ഓഫ് ഫോർമേഷൻ, സെബിയുടെ ഫോർമേഷൻ എന്നായിരുന്നു? 88ലാണ്, അല്ലേ. അങ്ങനെ ആക്ട് 92 പാസ്സാക്കുന്നു. സെബി ആക്ട് 88 ഫോം ചെയ്യുന്നു. എന്നാൽ ആക്ട് വരുന്നത് 92ലാണ്. അങ്ങനെ എന്ത് ചെയ്തു? അക്കേർഡ് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ്, നിയമം പാസ്സായല്ലോ. അപ്പോൾ നിയമാധികാരങ്ങൾ, നിയമാധിഷ്ഠിതമായൊരു സ്ഥാപനമായിട്ടത് മാറി. സ്റ്റാറ്റ്യൂട്ടറി പവർ ലഭിച്ചെന്നാണ് 30th January 1992. ജനുവരി 30, 1992 മുതൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായിട്ട് ഇത് മാറുകയാണ്. ഒരു ഔദ്യോഗിക സ്ഥാപനമായിട്ട്, നിയമ അധിഷ്ഠിതമായിട്ടുള്ള, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ആര് മാറുന്നു? സെബി മാറുന്നു. അതിന് കാരണം 92 ഏത് പാസ്സാക്കുന്നു? സെബി ആക്ട് പാസ്സാക്കുന്നു.
അല്ലെ 88 ഫോം ചെയ്ത സെബി ആക്ട് 92 വരുന്നു. അങ്ങനെ ജനുവരി 30 1992 മുതൽ സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആയിട്ട് മാറുന്നു. അല്ലെ അതാണ് പറയുന്നത് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എൻ അല്ലെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇത് നിലവിൽ വന്ന സമയത്ത് എന്തായിരുന്നു? നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. സെബി നിലവിൽ വന്ന സമയത്ത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. എന്നാൽ 92 സെബി ആക്ടിന് ശേഷം അത് എന്തായിട്ട് മാറി? സെബി ബിക്കെയിം എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ് കൃത്യമായി പറഞ്ഞാൽ ഓൺ 13th January 1992. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത 92 മറ്റൊരു പ്രത്യേകത, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാസ് ഇൻകോർപ്പറേറ്റഡ്. ഏത് ഫോം ചെയ്യപ്പെടുന്നു? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദാറ്റ് മീൻസ് നിങ്ങൾ കേട്ട് കാണും NSE, BSE ഉണ്ടല്ലോ. ആ BSE അറിയാലോ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്ക് ഈ വർഷം പറയാൻ പറ്റില്ല, അത് 875 വരുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻകോർപ്പറേറ്റ്, ദാറ്റ് മീൻസ് ഫോം ചെയ്യപ്പെടുന്നു. എന്താണ് പ്രത്യേകത? ദ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് ചോദിച്ചാൽ പറയുക NSE ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോം ചെയ്യപ്പെടുന്നത് എന്നാണ്? 1992 1992, മറക്കരുത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചോദിച്ചാൽ നിസ്സംശയം പറയാം ആരാണ്? NSE ആണ്. എന്നാൽ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്ട് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ന്യൂയോർക്ക്, അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ ഇന്ത്യയിലെ NSE ആണ്, മറക്കരുത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ മാത്രമല്ല, പിന്നെയോ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ ചിലപ്പോൾ ചോദിക്കും ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് ഫോം ചെയ്യപ്പെട്ടത് 875. അപ്പോൾ ഓർക്കുക, 92 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി വ്യാപാര അല്ലെ വിപണിയെ സ്മൂത്തായി പ്രവർത്തിപ്പിക്കാനായിട്ട്, അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ആ ഒരു സ്ഥാപനം വരുന്നു, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 92. ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? NSE ആണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ലോകത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതെന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇനി ഇന്ത്യയിൽ മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE കേട്ടോ, BSE. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE. അത് 875. BSEയും NSEയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? NSE ആണ്, മറക്കരുത്. NSE ആണ്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുകയാണ്, അത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ NSEക്ക് ഒരു ഇൻഡെക്സ് ഉണ്ട്, അറിയാമായിരിക്കും നിങ്ങൾക്ക് പലർക്കും. നിഫ്റ്റി എന്ന് പറയും. നിഫ്റ്റി ഏതാണ്ട് നിഫ്റ്റി. NSEയുടെ ഇൻഡെക്സിന്റെ പേരെന്താണ്? നിഫ്റ്റി ആണ്. അതുപോലെ BSEയുടെ ഇൻഡെക്സിന്റെ പേരെന്താണ്? അറിയാമായിരിക്കും, സെൻസെക്സ് ആണ്. സെൻസെക്സ് ആണ്. അപ്പോൾ ഓർക്കുക, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സിന്റെ പേര് നിഫ്റ്റി ആണ്. അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സിന്റെ പേരെന്താണ്? സെൻസെക്സ് ആണ്. സെൻസെക്സ് മറക്കരുത്. ഇൻഡെക്സ് ആണ് കേട്ടോ അവർ യൂസ് ചെയ്യുന്ന, ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡെക്സ്. ഇനി ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കേരളത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്ട് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അത് നിലവിൽ വന്നത് 1978 1978 ഏത് വരുന്നത്? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നത്. കൊച്ചിൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കീഴിൽ തന്നെയാണ് കേരളത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1978. മറക്കരുത്, കേരളത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് നിലവിൽ വന്നത് 1972 1972. ഓക്കെ ആണല്ലോ? സോറി 1972 അല്ല, സോറി 1978 1978. ഓക്കെ. ഇനി അടുത്ത വർഷത്തേക്ക് പോകുന്നു, 93. അപ്പൊ 92 നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ആ സെബിയുടെ കാര്യം പറഞ്ഞു അല്ലേ? സെബിയുടെ കാര്യം ഇത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറഞ്ഞു 92. പിന്നെ ഏതെന്താ പറഞ്ഞത്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് അല്ലേ 92 പറഞ്ഞു. പിന്നെ നമ്മൾ ബാക്കിയുള്ള എക്സ്ചേഞ്ചിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറഞ്ഞു, സെബി പറഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനി 93 വരുന്നു, 1993 വരുന്നു. ഓക്കെ. 1993 പ്രത്യേകത, April 24 മറക്കരുത്, April 24 93 പഞ്ചായത്തി രാജ് ആക്ട് കെയിം ടു ഇഫക്റ്റ്. പഞ്ചായത്തി രാജ് നിയമം പ്രാബല്യത്തിൽ വരുന്നു. അപ്പോൾ 1993 April 24 ഇതാ സുപ്രധാനമായിട്ടുള്ളൊരു നിയമം, പഞ്ചായത്തി രാജ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്
ഏപ്രിൽ 24, 1993 മറക്കരുത്. ഓക്കെ, അപ്പോൾ 93 അല്ലെങ്കിൽ 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പഞ്ചായത്തി രാജ് നിയമം. പ്രീവിയസ് ക്വസ്റ്റൻ ആണിത്. ഏപ്രിൽ 24 പ്രാബല്യത്തിൽ വരുന്നു. ഇനി ജൂൺ 1 93 തന്നെയാണ്. ജൂൺ 1 മറ്റൊരു നിയമം, നഗരപാലികാ നിയമം. ദാറ്റ് മീൻസ് മുനിസിപ്പാലിറ്റി ആക്ട്. മറ്റത് പഞ്ചായത്തുകൾക്ക് ബാധകമായ പഞ്ചായത്തി രാജ് ആക്ട്, അതുപോലെ നഗരപാലികാ നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾക്ക് വേണ്ടി മുനിസിപ്പാലിറ്റി ആക്ട്, നഗരപാലിക ആക്ട്, അതും 93 തന്നെയാണ്. ജൂൺ 1. അപ്പോൾ ഏപ്രിൽ 24, ജൂൺ 1. ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ആക്ട്, ജൂൺ 1 നഗരപാലിക ആക്ട്. ക്ലിയർ ആണല്ലോ. ഇനി മെയ് 17, 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പാസ്സാക്കുന്നു. മെയ് 17, 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പാസ്സാക്കുന്നുണ്ട് അല്ലേ. മൈനോറിറ്റി ന്യൂനപക്ഷങ്ങൾക്കായിട്ടുള്ള ദേശീയ കമ്മീഷൻ നിയമം. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങൾ അല്ലേ, ന്യൂനപക്ഷം. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു കമ്മീഷൻ കൊണ്ടുവരാനുള്ള ഒരു ആക്ടാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട്. എന്നാണ് പാസ്സാക്കുന്നത്? മെയ് 17, 1992 പാസ്സാക്കുന്നത്. എന്നാൽ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ഫോംഡ്. നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ, അപ്പൊ ആക്ട് വരുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് മെയ് 17, 1992 എന്നാൽ ആക്ടിന്റെ പിൻബലത്തിൽ മെയ് 17, 1993 കണ്ടോ, അത് മെയ് 17 തന്നെ. ശ്രദ്ധിക്കുക, മെയ് 17 തന്നെയാണ്. പക്ഷെ വർഷം വ്യത്യാസമുണ്ട്. തൊട്ടടുത്ത വർഷമാണ് 93 നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ പ്രാബല്യത്തിൽ വരുന്നു. നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ. അപ്പോൾ ഈ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ഫോം ചെയ്യപ്പെട്ട നിയമം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പാസ്സാക്കി എന്നടേ മെയ് 17, 1992. എന്നാൽ അടുത്ത വർഷം 93 മെയ് 17 ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയും, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നു. 93 മെയ് 17. ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇനി ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ. നാഷണൽ മൈനോറിറ്റി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് സർദാർ അലി ഖാൻ ആണ് എന്ത് ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ. നാഷണൽ മൈനോറിറ്റി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്ട്? ജസ്റ്റിസ് സർദാർ അലി ഖാൻ ആണ്. മറക്കരുത്, സർദാർ അലി ഖാൻ ഫസ്റ്റ് ചെയർമാൻ. ഇനി ഇത് അടുത്ത് നോക്ക്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട്. അപ്പം നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അല്പം ശ്രദ്ധിച്ച് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ എഴുതി പഠിച്ചാലേ പറ്റത്തുള്ളൂ. എല്ലാം കൂടി മിക്സായി പോകരുത്. ഇങ്ങനെയുള്ള കുറേ കമ്മീഷനുണ്ട്, ആക്റ്റുകളുണ്ട്. ഇതൊക്കെ എക്സാമിന് പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത് നോക്ക്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട്. ബാക്ക്വേർഡ് ക്ലാസസ്, പിന്നോക്കം നിൽക്കുന്നവരുണ്ടല്ലോ, പിന്നോക്ക വിഭാഗക്കാര്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട് എന്നാണ് 1993 നിയമം വരുന്നത്. അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് വരുന്നത് 1992 മെയ് 17 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് കമ്മീഷൻ വരുന്നത് 1993 മെയ് 17 എന്നാൽ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട് വരുന്നത് 93 1993. ഇനി അതേ വർഷം ഓഗസ്റ്റ് 14 നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസും വരുന്നുണ്ട്. അപ്പോൾ 93 ഓഗസ്റ്റ് 14 നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട് 93 തന്നെയാണ്. അത് സ്പെസിഫൈ ചെയ്തൊരു ദിവസം പറയുന്നില്ല. ഇനി ഓഗസ്റ്റ് 14 നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, നാഷണൽ കമ്മീഷൻ, ദേശീയ കമ്മീഷൻ അല്ലെ, പിന്നോക്ക വിഭാഗക്കാർക്കായിട്ടുള്ള ഒരു ദേശീയ കമ്മീഷൻ വരുന്നത് ഓഗസ്റ്റ് 14, 93 ഓഗസ്റ്റ് 14, 93. അത് മെയ് 17 93 മെയ് 17 സ്ഥാപനമാണെന്ന് പറഞ്ഞേ. 1993 മെയ് 17 ഏത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് വരുന്നു. എന്നാൽ 93 ഓഗസ്റ്റ് 14 മറ്റൊരു കമ്മീഷൻ വരുന്നു, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. തിരിച്ചു തന്നെ പഠിക്കണം, ആക്ട് പാസ്സായതെന്ന് കമ്മീഷൻ വന്നതെന്ന്. മനസ്സിലായി? 2 ആക്ടുകളും 2 കമ്മീഷനുകളും പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി
ഈ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇൻ ഡൽഹി, ന്യൂഡൽഹിയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, ഇനി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് became a constitutional body through the Constitutional Amendment Act 2018. അപ്പോൾ 102-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ അല്ലെങ്കിൽ 102-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 2018 നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് became a constitutional body. എന്തായി മാറി? ഒരു ഭരണഘടനാ സ്ഥാപനമായി മാറി. അപ്പോൾ 93-ലാണ് ഇത് വരുന്നത് അല്ലേ? 93 ഓഗസ്റ്റ് 14-ലാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് വരുന്നത്. അത് കുറേ വർഷങ്ങൾക്ക് ശേഷം 2018 എത്രാമത്തെ അമെൻമെന്റിലൂടെ? 102-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ദേശീയ കമ്മീഷൻ എന്തായി മാറി? ഒരു ഭരണഘടനാ സ്ഥാപനമായി മാറി. ഇപ്പോൾ എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് പറയുന്നത്? ഇപ്പോൾ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. നിലവിൽ വരുന്ന സമയത്ത് അതെന്തല്ല, ഒരു ഭരണഘടനാ സ്ഥാപനം ആയിരുന്നില്ല. അത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇതിനെ ഭരണഘടനാ സ്ഥാപനമായിട്ട് പ്രഖ്യാപിച്ചത്? 102-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഓക്കെ, ഇനി 93 സെപ്റ്റംബർ 28 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. മറ്റൊരു നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. നമ്മൾ 7-ാം പഞ്ചവത്സര പദ്ധതിയിൽ 1986 കുറേ നിയമങ്ങൾ പഠിച്ചോർക്കുന്നുണ്ടോ? അതുപോലെയാണ് ഇവിടെയും 93 കുറേ നിയമങ്ങളാണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട്, അതുപോലെ 93 സെപ്റ്റംബർ 28 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അല്ലെ, മനുഷ്യാവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് സെപ്റ്റംബർ 28 നിലവിൽ വരുന്നു. സെപ്റ്റംബർ 28 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 93 സെപ്റ്റംബർ 28, 1993 സെപ്റ്റംബർ 28-നാണ്. അപ്പോൾ 3-ാമത്തെ നിയമമാണേ പഠിക്കുന്നത്. ഇനി ഒക്ടോബർ 12, അതേ വർഷം തന്നെ 93 ഒക്ടോബർ 12 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു അവസരത്തിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒക്ടോബർ 12, 1993 വരുന്നു. അപ്പോൾ ആക്ട് വന്നത് എന്നാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് സെപ്റ്റംബർ 28, 1993. അടുത്ത മാസം ഒക്ടോബർ 12 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വരുന്നു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? രംഗനാഥ് മിശ്രയാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? രംഗനാഥ മിശ്ര. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. ഇനി ഒക്ടോബർ 1993 നോക്ക്, 93 അപ്പോൾ 93 നിയമങ്ങളൊക്കെ ആണല്ലോ. 3 പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത 93 മറ്റൊരു പ്രത്യേകതയാണ് ഒക്ടോബർ 1993 മഹിളാ സമൃദ്ധി യോജന, പുതിയൊരു സ്കീം ആരംഭിക്കുന്നു ഗവൺമെന്റ്. മഹിളാ സമൃദ്ധി യോജന, ഇത് 8-ാം പഞ്ചവത്സര പദ്ധതിയിൽ 1993 പുതിയൊരു സ്കീം കൊണ്ടുവരുന്നു, മഹിളാ സമൃദ്ധി യോജന. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് എ സ്കീം aimed to benefit women entrepreneurs from backward backgrounds or poor backgrounds. എന്നുവെച്ചാൽ പിന്നോക്കം നിൽക്കുന്ന, പിന്നോക്ക പശ്ചാത്തലമുള്ള, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ദരിദ്ര കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് ഓണ്ടർപ്രണർ അല്ലെങ്കിൽ സ്വകാര്യ സ്ത്രീ സംരംഭകർക്ക് നേട്ടം ലഭിക്കുന്ന ഒരു പദ്ധതി. എന്ന് വെച്ചാൽ സ്ത്രീ സംരംഭകരെ പരിപോഷിപ്പിക്കാൻ, സ്ത്രീകളെ സംരംഭകരാക്കി മാറ്റുന്നതിന്, അങ്ങനെ പറയാം. സ്ത്രീകളെ വനിതകളെ എന്താക്കി മാറ്റാൻ? സംരംഭകരാക്കി മാറ്റാൻ. എവിടെ നിന്ന് വരുന്ന സ്ത്രീകളാണ്? പുവർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ ബാക്ക്വേർഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ത്രീകളെ അല്ലെങ്കിൽ അവരെ സംരംഭരാക്കാനുള്ള സഹായം കൊടുക്കുന്ന പദ്ധതിയാണ് ഏത്? മഹിളാ സമൃദ്ധി യോജന. അപ്പൊ എന്താണ് ബെനിഫിറ്റ്? മഹിളാ സമൃദ്ധി യോജന എന്താണ്? ആർക്കാണ് ഇറ്റ് എയിംഡ് ടു ബെനിഫിറ്റ്? ഗുണം ലഭിക്കുക അല്ലെ, നേട്ടമുണ്ടാക്കുക. ആർക്ക്? വിമൻ ഓൺട്രപ്രണേഴ്സ് അല്ലെ, വിമൻ ഓൺട്രപ്രണേഴ്സ്, സ്വകാര്യ അല്ലെ സ്ത്രീ സംരംഭകർക്ക് ഗുണം ലഭിക്കുക. എവിടെ നിന്നുള്ള സ്ത്രീ സംരംഭകരാണ്? ഫ്രം ബാക്ക്വേർഡ് ബാക്ക്ഗ്രൗണ്ട്സ് ഓർ പുവർ ബാക്ക്ഗ്രൗണ്ട്സ്. ക്ലിയർ ആണല്ലോ. ഇനി 93 മറ്റൊരു പദ്ധതി, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, PMRY. ഏതാണ്?
പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന PMRY എന്ന് പറയുന്ന മറ്റൊരു സ്കീം കൊണ്ടുവരുന്നു. PMRY, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന PMRY. ഒക്ടോബർ 2, 1993, ഒക്ടോബർ 2, 1993 ഗാന്ധി ജയന്തിയുടെ അന്നാണ് വരുന്നത്. ഒക്ടോബർ 2, 1993 8ാം പഞ്ചവത്സര പദ്ധതിയിൽ PMRY എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. എന്താണ് അതിന്റെ ഉദ്ദേശം? മഹിളാ സമൃദ്ധി യോജനയുടെയും എന്താ നമ്മൾ പറഞ്ഞു. ഇതിന്റെ പ്രത്യേകത എന്താണ്? ദി സ്കീം, വിച്ച് സ്കീം? PMRY അല്ലെ. PMRY ഈസ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ടു എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്ത് ബൈ സെറ്റിംഗ് അപ്പ് മൈക്രോ എന്റർപ്രൈസസ്. എന്താണ് ഈ മൈക്രോ എന്റർപ്രൈസസ്? സൂക്ഷ്മ സംരംഭങ്ങൾ, ചെറിയ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരംഭിക്കാൻ സഹായം കൊടുത്തുകൊണ്ട് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിന് അല്ലെ, യുവാക്കളായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള തൊഴിൽ രഹിതർക്ക് അല്ലെ, വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന എന്ന് വെച്ചാൽ ഇതും എന്താണ്? പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കാണ്, സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് യൂത്തിന്, വിദ്യാസമ്പന്നരായിട്ടുള്ള തൊഴിലരഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നത്. എങ്ങനെയാണ് തൊഴിലവസരം നൽകുന്നത്? ബൈ സെറ്റിംഗ് അപ്പ് മൈക്രോ എന്റർപ്രൈസസ്, ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായം നൽകിക്കൊണ്ട് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന PMRY. എന്നാണ് ലോഞ്ച് ചെയ്തത്? ഒക്ടോബർ 2, 1993. അപ്പോൾ മഹിളാ സമൃദ്ധി യോജന, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, ഈ രണ്ട് പദ്ധതികളും 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. കൃത്യമായി പറഞ്ഞാൽ 1993. ഓക്കെ ആണല്ലോ. ഇനി 94 പോകാം. 94 എന്താണ് പ്രത്യേകത? ദ കേരള പഞ്ചായത്തി രാജ് ആക്ട് 1994. പഞ്ചായത്ത്, സംശയം വരുന്നത്, പഞ്ചായത്തി രാജ് ആക്ട് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞതാണ് അല്ലെ. പഞ്ചായത്തി രാജ് ആക്ട്, നഗരപാലിക ആക്ട് നമ്മൾ പറഞ്ഞു. അത് 93 നമ്മൾ പറയും. ഇതാ 94 തൊട്ടടുത്ത വർഷമാണ് കേരള പഞ്ചായത്തി രാജ് ആക്ട്. കേരള പഞ്ചായത്തി രാജ് ആക്ട്, ഇവിടെ ഏത് കൂടിയുണ്ട്? കേരള കൂടിയുണ്ട്. കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത്, പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 94. Came to force 23rd April 1994. കൃത്യമായി പറഞ്ഞാൽ 23 ഏപ്രിൽ 1994. 94 ഏപ്രിൽ 23 അത് പ്രാബല്യത്തിൽ വരുന്ന കേരള പഞ്ചായത്തി രാജ് ആക്ട്. 94 ഏപ്രിൽ 23 ഇമ്പോർട്ടൻ്റ് ആണ്. കേരള പഞ്ചായത്തി രാജ് ആക്ട് 94. കാരണം നാഷണൽ, ദേശീയ തലത്തിൽ എന്താണ് പഞ്ചായത്തി രാജ് ആക്ട് 93. അതുപോലെ നഗരപാലിക ആക്ട്. എന്നാൽ കേരളത്തിൽ 94. വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ വ്യത്യാസം എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ 94 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്തി രാജ് ആക്ട്. ഇനി കേരള മുനിസിപ്പാലിറ്റി ആക്ട്, അതും 94. കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രാബല്യത്തിൽ വന്നത് 30th May 1994. മെയ് 30 1994. അപ്പോൾ ഏപ്രിൽ 23 94 ഏത്? കേരള പഞ്ചായത്തി രാജ് ആക്ട്. മെയ് 30 94 കേരള മുനിസിപ്പാലിറ്റി ആക്ട്. കേരളയും കൂടെ ഉണ്ടെങ്കിലേ 94 നമുക്ക് കർപ്പിക്കാൻ പറ്റൂ. കേരള മുനിസിപ്പാലിറ്റി ആക്ട് മറക്കരുതേ. ഇനി 94 മറ്റൊരു പ്രത്യേകത, DPEP പ്രോജക്റ്റ് വരുന്നു. നിങ്ങൾ കേട്ട് കാണുമല്ലോ DPEP പ്രോജക്റ്റ്. മുമ്പുണ്ടായിരുന്നൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ്, പ്രൈമറി തലത്തിലുണ്ടായിരുന്നൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് DPEP. അതൊക്കെ ഇപ്പോൾ ഇല്ല, അതിന് പകരം പുതിയ സ്കീമൊക്കെ വന്നു. അപ്പോൾ അത് ഒരു സമയത്തുണ്ടായിരുന്നൊരു പദ്ധതിയാണ് DPEP. എന്താണ്? ഡിസ്ട്രിക്റ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഡിസ്ട്രിക്റ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതാണ് DPEP. ഡിസ്ട്രിക്റ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം DPEP. ലോഞ്ച്ഡ് ഇൻ 1994. ആരംഭം കുറിച്ചത് 94. It is a major initiative to achieve universalization of primary education. എന്താണ് ഇതിന്റെ എയിം? It is a major initiative to achieve universalization of primary education. എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, അതാണ് ഉദ്ദേശം. പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന് വെച്ചാൽ എല്ലായിടത്തും എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കുക, എല്ലായിടത്തും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവാണ് DPEP പ്രോജക്റ്റ്. എന്താണ് എൻ്റെ ഫുൾ ഫോം? ഡിസ്ട്രിക്റ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ലോഞ്ച്ഡ് ഇൻ 1994. അതിൻ്റെ എയിം എന്താണ്? ഇറ്റ് ഈസ് എ മേജർ ഇനിഷ്യേറ്റീവ് ടു അച്ചീവ്, എന്ത് നേടിയെടുക്കാൻ വേണ്ടിയാണ്? യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ, സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള പദ്ധതിയാണ്. ഓക്കെ ആണല്ലോ. ഇറ്റ് വാസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം.
ഈ പദ്ധതി എന്താണ്? ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്, സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത ഒരു സ്കീമാണ്. മനസ്സിലായില്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പങ്കാളിത്തം സ്റ്റേറ്റ് ഗവൺമെന്റിൽ നടപ്പാക്കണം, പക്ഷെ അതിന്റെ സ്പോൺസർ, അതിന്റെ ഫണ്ടിങ് ഒക്കെ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഓക്കെ, ഇനി 94 ഇതാ മറ്റൊരു സംരംഭം, ICICI ബാങ്ക് നിലവിൽ വരുന്നു. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ICICIയുടെ ഫുൾ ഫോം എന്താണ്? ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ICICI ബാങ്കിന്റെ ഫുൾ ഫോം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ. നമ്മൾ ICICI എന്നല്ലേ സാധാരണ പറയുക. അപ്പൊ നിങ്ങൾ പലർക്കും ICICI ബാങ്ക് അക്കൗണ്ട് ഉള്ളവരൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പൊ ICICI ബാങ്കിന്റെ ഫുൾ ഫോം പഠിച്ചിരിക്കണം. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ബാങ്ക് ആയതുകൊണ്ട് ബാങ്ക് എന്നും കൂടി ചേർത്തു. ഇൻകോർപ്പറേറ്റഡ് 1994. സ്ഥാപിതമായത് എന്നാണ്? 1994. സ്ഥാപിതമായത് 1994ലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ തന്നെയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ബി ലിസ്റ്റഡ് ഇൻ ദ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതേ ഉള്ളൂ. അപ്പോ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ബി ലിസ്റ്റഡ് ഇൻ ദ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ചോദിക്കും, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലെ ലിസ്റ്റ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ആണ് എന്ന് പറയുന്നത് ICICI ബാങ്ക് എന്ന് പറയാം. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ബി ലിസ്റ്റഡ്. അപ്പോൾ ഈ ഓഹരികൾ വ്യാപാരം നടത്തണമെങ്കിൽ ആ എക്സ്ചേഞ്ച് നമ്മൾ ലിസ്റ്റ് ചെയ്യണമെന്ന് പറയും. എന്നുവെച്ചാൽ അവരുടെ നമ്മുടെ ഇത് അവിടെ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ന്യൂയോർക്ക് സ്റ്റോക്ക്, ലോകത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ആണ് എന്ന് പറയുന്നത് ICICI ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, 94 ICICI ബാങ്ക് മാത്രമല്ല മറ്റൊരു ബാങ്ക് കൂടി വരുന്നുണ്ട്, HDFC ബാങ്ക്. ഇതൊക്കെ വരുന്നത് എങ്ങനെയാണ്? ന്യൂ ജനറേഷൻ ബാങ്കുകളായിട്ടാണ്. കാരണം നമ്മൾ ഓർക്കേണ്ടത് 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും നമ്മൾ കൊണ്ടുവന്നത് അല്ലേ? അത് വ്യാപകമായിട്ട് നടപ്പാക്കുന്ന 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട്, ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് സ്വകാര്യ സംരംഭകർ, സ്വകാര്യ ബാങ്കുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ICICI ബാങ്കും HDFC ബാങ്ക് ഒക്കെ വരുന്നത്. HDFC ബാങ്ക് ഫൗണ്ടഡ് ഓഗസ്റ്റ് 14, 1994. ഓഗസ്റ്റ് 14, 1994 ഏത് വരുന്നത്? HDFC ബാങ്ക് വരുന്നത്. ഓഗസ്റ്റ് 14, 1994. എന്താണ് ഇതിന്റെ HDFCയുടെ ഫുൾ ഫോം? ചോദിക്കും. ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ബാങ്ക് എന്ന് പറയും. ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ. ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, അതാണ് HDFC. ഓഗസ്റ്റ് 14, 1994 സ്ഥാപിതമാകുന്നത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ തന്നെയാണ്. മുംബൈയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ആണ് എന്ന് പറയുന്നത് HDFC എന്ന് പറയുന്നത്. HDFC ബാങ്കിന്റെ പ്രത്യേകത എന്താണ്? ലാർജസ്റ്റ് പ്രൈവറ്റ്. നേരത്തെ ICICI ബാങ്ക് ആയിരുന്നു, ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ആണ് ഏത്? HDFC ബാങ്ക്. ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ആണ്. ഓർക്കുമല്ലോ? അപ്പൊ ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണ്ട് പറയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് മറ്റാരുമല്ല, SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് അറിഞ്ഞൂടാത്തവരൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു. ഇനി അടുത്ത വർഷം 95 പോകുന്നു. 95 നോക്കാം. ഇന്ത്യ ബിക്കേം എ മെമ്പർ നേഷൻ ഇൻ WTO. ഇപ്പൊ അടുത്ത സമയത്ത് നടന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ ചിലപ്പോൾ നിങ്ങൾ പലരും എഴുതിയിട്ടുണ്ടാകും. അതിന് ചോദിച്ച് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു, ഇന്ത്യ ബിക്കേം എ മെമ്പർ നേഷൻ ഇൻ WTO. ഇന്ത്യ എന്തായി മാറി? 95 WTO. എന്താണ് WTO? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന. ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ മെമ്പറായി 95. ഈ 95 ജാനുവരി 1 ഇത് നിലവിൽ വരുന്നത് തന്നെ കേട്ടോ. WTO നിലവിൽ വരുന്നത് 95 ജനുവരി 1 ആ ദിവസം തന്നെയാണ് ഇന്ത്യ മെമ്പർ ആകുന്നത്. കാരണം ഇന്ത്യ ഫൗണ്ടിങ് മെമ്പറാണ്, സ്ഥാപക അംഗമാണ് കേട്ടോ. സ്ഥാപക അംഗം WTO നിലവിൽ വരുന്ന സമയത്തെ ഇന്ത്യ മെമ്പറാണ്. അപ്പോൾ 1995 ജാനുവരി 1 ഇന്ത്യ WTOയിൽ മെമ്പർ ആകുന്നത്. 95. ഓക്കെ, 95 എന്ന് വെച്ചാൽ 8ാം പഞ്ചവത്സര. ചിലപ്പോൾ ഏത് 5-year പ്ലാൻ എന്ന് ചോദിക്കും. ഓർക്കുക, ഏതാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇനി നോക്ക്, ദ പ്രെഡിസസർ ഓഫ് WTO. ദ പ്രെഡിസസർ ഓഫ് WTO എന്ന് വെച്ചാൽ WTOയുടെ മുൻഗാമി. WTO വരുന്നതിന് മുമ്പ് ഈ WTO എന്തിനാണ് വരുന്നത്? വേൾഡ് ട്രേഡ്, ലോക വ്യാപാരം, ഇന്റർനാഷണൽ ട്രേഡ് ഉണ്ടല്ലോ, അന്താരാഷ്ട്ര വ്യാപാരത്തെ പരിപോഷിപ്പിക്കാനാണ് ആര് വരുന്നത്? അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ലോകരാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ട്, ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, മത്സരമുണ്ട്
അതൊക്കെ കുറച്ചുകൊണ്ട് തർക്കങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര വ്യാപാരം സുഗമമായിട്ട് നടത്താൻ വേണ്ടിയാണ് വന്ന സംഘടനയാണ് WTO. 95-ലാണ്. ആ WTO വരുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് മറ്റൊരു സംഘടന ഉണ്ടായിരുന്നു. സംഘടനയെന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല, ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു ലോകരാജ്യങ്ങൾ തമ്മിൽ. അതിൻ്റെ പേരാണ് ഗാട്ട്. അപ്പോൾ ഈ WTO വരുന്നതിന് മുമ്പ് WTOയുടെ ഡ്യൂട്ടീസ് നിർവഹിച്ചിരുന്ന സ്ഥാപനമാണ് ഇത് ഗാട്ട് എന്ന് പറയുന്നത്. ഗാട്ടിന്റെ ഫുൾ ഫോം പഠിക്കണം. ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, ഒരു പൊതു ഉടമ്പടി. എന്തിൻ്റെയാണ്? താരിഫ് ആൻഡ് ട്രേഡ്. ലോകരാജ്യങ്ങൾ തമ്മിലൊരു പൊതു ഉടമ്പടിയിൽ, പൊതു ധാരണയിലെത്തും. അവർ കൃത്യമായ ഇടവേളകളിൽ യോഗങ്ങൾ ചേർന്നൊരു പൊതു ധാരണയിലെത്തും. എങ്ങനെയാണ് ലോക വ്യാപാരം അല്ലെങ്കിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്, ഏതൊക്കെ സാധനങ്ങളുടെ താരിഫ് കുറയ്ക്കണം, ഏതൊക്കെ സാധനങ്ങളുടെ താരിഫ് കൂട്ടണം. അതൊരു പൊതു ഉടമ്പടിയാണ്. അതാണ് ഗാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ WTOയ്ക്ക് മുമ്പ് അന്താരാഷ്ട്ര വ്യാപാര രംഗത്തുണ്ടായിരുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കരാറായിരുന്നു ഗാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പ്രിഡിസിസർ ഓഫ് WTO. WTOയുടെ മുൻഗാമി എന്ന് ആരെ വിളിക്കുന്നു? ഗാട്ടിനെ വിളിക്കുന്നു. WTOയുടെ മുൻഗാമി എന്ന് ആരെ വിളിക്കുന്നു? ഗാട്ടിനെ വിളിക്കുന്നു. അത് 1948-ലാണ് ഗാട്ട് വരുന്നത് കേട്ടോ. 1948-ലാണ് ഗാട്ട് കരാർ നിലവിൽ വരുന്നത്. ഗാട്ടിന്റെ ഫുൾ ഫോം പഠിക്കണം. ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ആ ഗാട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ആര് വരുന്നത്? WTO വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഗാട്ടിന്റെ സക്സസർ ആണ് ആര്? WTO. സക്സസ് മീൻസ് പിൻഗാമി. ഇനി ഗാട്ടിന്റെ പ്രിഡിസിസർ ആണ്, മുൻഗാമിയാണ് ആര്? WTO എന്ന് പറയുന്നത്. ഓർക്കുമല്ലോ. ഇനി 95-ലും മറ്റൊരു സ്കീമാണ് മിഡ് ഡേ മീൽ സ്കീം. മിഡ് ഡേ മീൽ സ്കീം, ഉച്ചഭക്ഷണ പദ്ധതി. നോക്ക്, this nationwide program was launched to improve nutritional status of primary school children. അല്ലേ, സ്കൂളുകളിലെ പ്രൈമറി സ്കൂളുകളിലെ പ്രാഥമിക വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പോഷകാഹാരം ഉറപ്പാക്കുന്നതിന്, ഇംപ്രൂവ് ദ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് മിഡ് ഡേ മീൽ സ്കീം. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായിട്ട് വരുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. ദേശീയ തലത്തിൽ വരുന്നതിന് മുമ്പ് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് ഏത്? തമിഴ്നാടെന്ന് പറയുന്നത്. അപ്പോൾ മിഡ് ഡേ മീൽ സെറ്റ് സ്കീം, അപ്പോൾ ഇത് നമ്മൾ നാഷണൽ ലെവലിൽ നടപ്പിലാക്കിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മിഡ് ഡേ മീൽ സെറ്റ് സ്കൂൾസ് അല്ലെങ്കിൽ മിഡ് ഡേ മീൽ സ്കീം വരുന്നതും 95-ലാണ്, 1995-ലാണ്, അല്ലെങ്കിൽ 8ാം പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? ഇംപ്രൂവ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഫോർ പ്രൈമറി സ്കൂൾ ചിൽഡ്രൻ. ഇനി ഇൻ 2021 ഇറ്റ് വാസ് റീനെയിംഡ്. ഏത്? മിഡ് ഡേ മീൽ സ്കൂൾസ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ മിഡ് ഡേ മീൽ സ്കീം എന്ത് ചെയ്തു? റീനെയിം ചെയ്തു, പുനർനാമകരണം ചെയ്തു. എന്തായിട്ട്? പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ അല്ലെങ്കിൽ PM പോഷൻ എന്നൊക്കെ പറയും. PM പോഷൻ നിങ്ങൾ കേട്ട് കാണും. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. അപ്പൊ ഈ മിഡ് ഡേ മീൽ സ്കീം ഉണ്ടല്ലോ, അല്ലെങ്കിൽ മിഡ് ഡേ മീൽ സെറ്റ് സ്കൂൾസ്, ആ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പേര് ഇപ്പൊ എന്താണ്? 2021 മുതൽ അതിന്റെ പേര് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്നാക്കി. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ അല്ലെങ്കിൽ PM പോഷൻ സ്കീം എന്നാക്കി. PM പോഷൻ സ്കീം, പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. എന്ന് മുതലാണ്? 2021 മുതൽ. ഏത് സ്കീമിനാണ് റീനെയിം ചെയ്തത്? മിഡ് ഡേ മീൽ സ്കീമിനെ. മിഡ് ഡേ മീൽ സ്കീമിന്റെ ഇപ്പോഴത്തെ പേര് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ അല്ലെങ്കിൽ PM പോഷൻ സ്കീം എന്നാണ് 2021. ഇപ്പോൾ ഈ സ്കീമിന് മിഡ് ഡേ മീൽ സ്കൂൾസ് അല്ലെങ്കിൽ മിഡ് ഡേ മീൽ സ്കീം തുടക്കം കുറിക്കുന്ന 95-ലാണ്. 2021-ലാണ് അതിനെ റീനെയിം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി 96, 1996 നോക്ക്, കേരള പീപ്പിൾസ് പ്ലാൻ. കേരള ജനകീയ പദ്ധതി അല്ലെങ്കിൽ ജനകീയ ആസൂത്രണം. കേരളത്തിലെ ജനകീയ ആസൂത്രണം നടപ്പിലാകുന്നു. കേരള പീപ്പിൾസ് പ്ലാൻ ജനകീയ ആസൂത്രണം കൊണ്ടുവരുന്നു. അല്ലേ, ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നമ്മൾ എന്താണ് ജനകീയ ആസൂത്രണം നടപ്പിലാക്കുന്നു വെച്ചാൽ വികസനം, നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനം എവിടേക്ക്? താഴെത്തട്ടിലേക്ക് എത്തണം. താഴെത്തട്ടിൽ നിന്നാണ് വികസനം തുടങ്ങേണ്ടതെന്ന കാഴ്ചപ്പാടോടുകൂടി ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജനകീയ ആസൂത്രണം. അതായത് ഗ്രാമസഭകൾ, ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഗ്രാമസഭകളൊക്കെ നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ട് ഇന്ത്യയിലെ ഗ്രാമസഭകളൊക്കെ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഏത്? കേരളം എന്ന് പറയുന്നത്. വെച്ചാൽ ജനങ്ങളുടെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം, അതിലൂടെ എന്താണ്? അവരുടെ ആശയങ്ങൾ സമാഹരിച്ചുകൊണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലൂടെ, പ്രാദേശിക ഭരണകൂടങ്ങളിലൂടെ വികസനത്തിലേക്ക് എത്തുക. പിന്നെന്താണ്? സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ വികസനം, അതാണ് ജനകീയ ആസൂത്രണം. ഇങ്ങനെയാണ് കേരള പീപ്പിൾസ് പ്ലാൻ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ട് ജനകീയ ആസൂത്രണം അല്ലെങ്കിൽ കേരള പീപ്പിൾസ് പ്ലാൻ നടപ്പിലാക്കി 96. അതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ, എന്താണെന്ന് പിടികിട്ടിയോ? അതായത് ഗ്രാമസഭകളിലൂടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഫണ്ട് കൂടുതലായിട്ട് എവിടേക്ക് വിനിയോഗിക്കുന്നു? ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക് വിനിയോഗിച്ച് അതിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നു.
അങ്ങനെ അടിത്തട്ടിൽ നിന്ന് വികസനം തുടങ്ങുന്നു. അതാണ് പീപ്പിൾസ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 96 ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇനി പീപ്പിൾ പ്ലാൻ ക്യാമ്പയിൻ വാസ് ഇനാഗ്രേറ്റഡ് ഓൺ 1996 ഓഗസ്റ്റ് 17. കൃത്യമായി പറഞ്ഞാൽ എന്നാണ് ഇനാഗ്രേറ്റ് ചെയ്തത്? 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ വാസ് ഇനാഗ്രേറ്റഡ് ഓൺ 1996 ഓഗസ്റ്റ് 17. 96 ഓഗസ്റ്റ് 17 കേരള പീപ്പിൾസ് പ്ലാൻ ജനകീയ ആസൂത്രണ പദ്ധതി ലോഞ്ച് ചെയ്യുന്നത്, ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഓഗസ്റ്റ് 17, 1996. ഇനി പീപ്പിൾസ് പ്ലാനിംഗ് പ്രോസസ് ഇൻ 9th 5-year പ്ലാൻ. അപ്പൊ ഈ കേരളത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ചുവട് പിടിച്ചുകൊണ്ട് പീപ്പിൾസ് പ്ലാനിംഗ് പ്രോസസ്സ് 9th 5-year പ്ലാനിലാണ് വരുന്നത് കേട്ടോ. പിന്നീട് ഓൾ ഇന്ത്യ തലത്തിൽ ഈ പീപ്പിൾസ് പ്ലാനിംഗ് വരുന്നത് 9th 5-year പ്ലാൻ മുതലാണ്. പക്ഷേ കേരളത്തിൽ ഈ പീപ്പിൾസ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? 1996 8th 5-year പ്ലാൻ. അതുകൊണ്ട് എടുത്തു പറയണം കേരള പീപ്പിൾസ് പ്ലാൻ. പക്ഷേ പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്നത്, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് അടുത്ത പദ്ധതിയാണ്, അത് നമ്മൾ പഠിക്കും, 9ാം പദ്ധതി. പക്ഷേ കേരള പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കേരള പീപ്പിൾ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയത് 96, ദാറ്റ് മീൻസ് 8ാം പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് എടുത്ത് പറയുന്നുണ്ട്, ആ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന കാര്യം ശ്രദ്ധിച്ചേ, പീപ്പിൾസ് പ്ലാനിംഗ് പ്രോസസ് ഇൻ 9th 5-year പ്ലാൻ. അപ്പോൾ 9th 5-year പ്ലാനിലാണ് പീപ്പിൾസ് പ്ലാൻ പ്രോസസ്സ് നടക്കുന്നത്. ആ ഒരു ജനകീയ പദ്ധതി, ജനകീയ ആസൂത്രണ പ്രക്രിയ നടക്കുന്നത് 9ാം പദ്ധതിയിലാണ്. പിന്നീട് ഇത് കേരള പീപ്പിൾസ് പ്ലാൻ ആണ്, 96 8ാം പദ്ധതിയിൽ. വ്യത്യാസം മനസ്സിലാക്കുക. നമ്മൾ 9ാം പദ്ധതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഇനി 96 മറ്റൊരു പ്രത്യേകത നോക്ക്, ഗാന്ധിയൻ സീരീസ് നോട്ട്സ്. നമ്മൾ ഇന്ന് കാണുന്ന ഗാന്ധി സീരീസ് നോട്ട്സ് ഉണ്ടല്ലോ, ഗാന്ധിയുടെ ചിത്രം പതിച്ച നോട്ടുകൾ, ഇത് 96 മുതലാണ് വന്നു തുടങ്ങിയത്. 96 മുതലാണ് ഗാന്ധിയൻ സീരീസ് നോട്ട്സ് ഇറങ്ങി തുടങ്ങിയത്. അതുവരെ എന്തായിരുന്നു? നമ്മുടെ സിംഹമുദ്ര ഉണ്ടല്ലോ, സിംഹമുദ്ര, അതായത് അങ്ങനെയുള്ള നോട്ടുകളാണ്. അതുപോലെ അശോക സ്തംഭം, അതുപോലെ ലൈൻ ക്യാപിറ്റൽ, നമ്മുടെ സിംഹമുദ്രയൊക്കെയാണ്. അങ്ങനെയുള്ള നോട്ടുകളാണ് 96 മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ 1996 ശേഷമാണ്, ഈ 8ാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഗാന്ധി സീരീസ് നോട്ടുകൾ ഇറങ്ങാൻ, വ്യാപകമായിട്ട് അച്ചടിക്കാൻ തുടങ്ങിയത്. ഓക്കെ, നോക്ക്, The Reserve Bank has introduced the bank notes in the Mahatma Gandhi series since 1996. ആരാണിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? RBI ആണ്. നോട്ട് അച്ചടിച്ചിരിക്കുന്ന RBI അല്ലേ? അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബാങ്ക് നോട്ട്സ് ഇൻ ദ മഹാത്മാ ഗാന്ധി സീരീസ് സിൻസ് 1996. 1996 മുതലാണ് മഹാത്മാഗാന്ധി സീരീസിലുള്ള ബാങ്ക് നോട്ടുകൾ RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയത് 96 മുതലാണ്. ഇനി ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദ റുപ്പി 500 നോട്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഒക്ടോബർ 1987. 500 രൂപ നോട്ടുകൾ, അല്ലെ 500 രൂപ നോട്ട്, അത് എന്ത് ചെയ്തു? 1987 ഒക്ടോബറിലിട്ട്, വിത്ത് പോർട്രേറ്റ് ഓഫ് മഹാത്മാഗാന്ധി. അപ്പോൾ നമ്മൾ ഗാന്ധി സീരീസ് നോട്ടുകൾ വ്യാപകമായി ഇറങ്ങിയ 96 മുതലാണ്. 96 മുതലാണ് എല്ലാ നോട്ടുകളിലും ഗാന്ധി. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട് അതിന്. 1987 ഇറങ്ങിയ 500 രൂപ നോട്ടിൽ എന്തിന്റെ പോർട്രേറ്റ് ഉണ്ടായിരുന്നു? മഹാത്മാഗാന്ധിയുടെ പോർട്രേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മഹാത്മാഗാന്ധി പോർട്രേറ്റ് ആദ്യമായിട്ട് കൊടുത്തത് 96 മുതലല്ല കേട്ടോ, അത് 87 87 എന്ത് ചെയ്തു? 500 രൂപ നോട്ടിൽ 80, ബാക്കിയുള്ള നോട്ടിലൊന്നും കൊടുത്തില്ല. ബാക്കി 10 രൂപ 2 രൂപ 5 രൂപയൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊന്നും കൊടുത്തില്ല. 1987 ഇറങ്ങിയ 500 രൂപ നോട്ടിൽ മാത്രം ആരുടെ പോർട്രേറ്റ്, ആരുടെ ചിത്രം കൊടുത്തു? മഹാത്മാഗാന്ധിയുടെ ചിത്രം കൊടുത്തു. അതൊന്ന് ഓർത്തിരിക്കണം. എന്നാൽ വ്യാപകമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നീട് ആരുടെ ചിത്രം? ഗാന്ധിയുടെ ചിത്രം അടിച്ച നോട്ടുകൾ വരാൻ തുടങ്ങിയത് 96 മുതലാണ്. അതുകൊണ്ടാണ് ഗാന്ധി സീരീസ് നോട്ടുകൾ 96 മുതൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ടത്, അതിന് മുമ്പ് 87 ഇറങ്ങിയ 500 രൂപ നോട്ടിൽ ആരുടെ ചിത്രം ഉണ്ടായിരുന്നു? ഗാന്ധിയുടെ ചിത്രം ഉണ്ടായിരുന്നു. ഇനി ദ വാട്ടർ മാർക്ക് കണ്ടിന്യൂഡ് ടു ബി ദ ലയൺ ക്യാപിറ്റൽ അശോക പില്ലാർ. എന്നാൽ അതിൽ വാട്ടർ മാർക്കായിട്ട് ഏത് തുടർന്നിരുന്നു? ലയൺ ക്യാപിറ്റലും അശോക പില്ലാറും തുടർന്നിരുന്നു. വെച്ചാൽ ഗാന്ധിയുടെ ചിത്രം അതിനകത്ത് കൊടുത്തിരുന്നുവെങ്കിലും അതിലെന്താണ്? ദ വാട്ടർ മാർക്ക് കണ്ടിന്യൂഡ് ടു ബി ലയൺ ക്യാപിറ്റൽ ആൻഡ് അശോക, എന്ന് വെച്ചാൽ സിംഹമുദ്രയും അതുപോലെ അശോക സ്തംഭവും ഏതിലുണ്ടായിരുന്നു? ആ നോട്ടിലും ഉണ്ടായിരുന്നു. മനസ്സിലായി? ആ നോട്ടിൽ ഉണ്ടായിരുന്നു. വെച്ചാൽ അതുവരെയുള്ള നോട്ടുകളെല്ലാം എന്താണ്? ഈ 96 വരെയുള്ള നോട്ടുകൾ എടുത്താൽ ഗാന്ധിയുടെ ചിത്രമല്ല, ആരുടെ ചിത്രമാണ്? ലയൺ ക്യാപിറ്റലും അശോക പില്ലാറും, അതായത് സിംഹമുദ്രയും അതുപോലെ അശോക സ്തംഭവുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 96 മുതലാണ് എന്ത് വ്യാപകമായിട്ട് ആരുടെയും ചിത്രം അച്ചടിക്കാൻ തുടങ്ങിയത്? ആർക്കിടെ? ഗാന്ധിയുടെ ചിത്രത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഈ 587 500 രൂപ നോട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എന്താണ്? ഗാന്ധിയുടെ ചിത്രം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ആരുടെ വാട്ടർ മാർക്കും ഉണ്ട്? ലയൺ ക്യാപിറ്റലും അശോക പില്ലാറും പതുപോലെ ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? ഇനി ഈ പദ്ധതിയുടെ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് നോക്ക്. 8ാം പദ്ധതിയുടെ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് 5.6% ആയിരുന്നു. ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് 7ാം പദ്ധതിയിൽ നമ്മൾ 5% ആണ് അച്ചീവ് ചെയ്തത്, 6% സക്സസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ പദ്ധതി നോക്ക്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാസ് ഇൻക്രെഡിബിൾ 6.8%. 5.6% ആണ് നമ്മുടെ ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എങ്കിലും
അച്ചീവ് ചെയ്ത് എത്രയാണ് 6.8%. വലിയൊരു പുരോഗതി നമ്മൾ നേടിയെടുത്തു. കാരണം എന്താണ്? അത് എന്തിൻ്റെ ഇഫക്റ്റാണ് പറയാമോ? ഏതിൻ്റെ ഇഫക്റ്റാണ്? ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഇഫക്റ്റാണ്, പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഇഫക്റ്റാണ്. അങ്ങനെ 5.6 ടാർഗറ്റ് ചെയ്ത് നമ്മൾ 6.8 നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. വലിയൊരു വളർച്ച ഈ 8ാം പദ്ധതിയിൽ നമ്മൾ നേടിയെടുത്തു. ക്ലിയർ ആണല്ലോ? ഇനി ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഡ്യൂറിംഗ് ദ 8th 5-year പ്ലാൻ. 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇതിന്റെ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? പ്രണബ് മുഖർജിയാണ്. പ്രണബ് മുഖർജി ആയിരുന്നു. പ്രണബ് മുഖർജി പിന്നീട് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആകുന്നുണ്ട്. പിന്നീട് എന്താണ്? നമ്മുടെ ഏറ്റവും പരമോന്നത ബഹുമതി പരമോന്നത സ്ഥാനത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് മാറി ആര്യ? പ്രണബ് മുഖർജി. ആ പ്രണബ് മുഖർജിയാണ് 8ാം പദ്ധതിയുടെ കാലഘട്ടത്തിൽ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു. ഡെപ്യൂട്ടി ചെയർമാൻ ഓർക്കുമല്ലോ. ഇനി ഇപ്പോഴത്തെ ചെയർമാൻമാരുടെ കാര്യമാണ് നമ്മൾ ഓർക്കുന്നുണ്ടോ? സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ നമ്മൾ പഠിച്ചത്. അതുപോലെ ഇപ്പോഴത്തെ ചെയർമാൻ നോക്ക്, നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ സ്ഥാനം വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ഗവൺമെൻറ് ആളെ നിശ്ചയിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പം അത് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. എന്നാൽ 2024 വരെ അതിൻ്റെ ചെയർമാൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു? ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുര ഹാവ് റിട്ടയർഡ് സിൻസ് ഡിസംബർ 2024. ഡിസംബർ 2024 ഇക്ബാൽ സിംഗ് ലാൽപുര റിട്ടയർഡ് ആയതിനു ശേഷം അത് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. പുതിയ ആളെ നിയമിച്ചിട്ടില്ല നാഷണൽ മൈനോറിറ്റി കമ്മീഷനിൽ. ഓക്കെ, ഇക്ബാൽ സിംഗ് ലാൽപുര ആയിരുന്നു 2024 ഡിസംബർ വരെയും നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ. ഇപ്പോൾ അത് വേക്കൻ്റ് ആണ് ആ സ്ഥാനം. ഓക്കെ, പുതിയ ആൾ ചിലപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ട് ചിലപ്പോൾ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോൾ പ്രഖ്യാപിച്ചെന്ന് വരാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ ആളെ പഠിക്കണം. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആരാണ്? ഇപ്പോഴത്തെ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ്. ഹൻസ്രാജ് ഗംഗാറാം അഹിർ. നമ്മൾ ഗംഗാറാം എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഹൻസ്രാജ് ഗംഗാറാം. അപ്പോൾ ഹൻസ്രാജ് ഗംഗാറാം അഹിറാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ ദേശീയ കമ്മീഷൻ അല്ലേ, അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം അഹിറാണ്. എന്നാൽ നാഷണൽ മൈനോറിറ്റി കമ്മീഷന്റെ സ്ഥാനം ഇപ്പോൾ വേക്കൻ്റ് ആണ്. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, എപ്പോഴും ചോദിക്കുന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? രാമസുബ്രഹ്മണ്യമാണ്. രാമസുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ആരാണ്ട്? ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് കൂടിയാണ്. രാമസുബ്രഹ്മണ്യം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 8ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.